ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ജാസ്മിക്കുട്ടിയുടെ വീട്ടിൽ ഞങ്ങളൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയ വിശേഷങ്ങളാണ് കേട്ടോ. ലഞ്ച് മാത്രമല്ല, നല്ല മന്തിയും പായസവും ഫലൂദയും പഴംപൊരിയും ചായയും എല്ലാം കുടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതാണ് നമ്മൾ ജാസ്മിക്കുട്ടിൻ്റെ രണ്ട് മക്കൾ കേട്ടോ. മിക്കവർക്കും അറിയണ്ടാവും, എന്നാലും എപ്പോഴും കമൻറ്റ് വരും ഉണ്ണിമോൻ ആരാന്നൊക്കെ. ഇത് ജാസ്മിക്കുട്ടിയുടെ മൂത്ത മോനും ഇളയ മോനുമാണ്. അപ്പോൾ ഇതൊരു സാമ്പിൾ സൽക്കാരം മാത്രമാണ്. ഇനി എല്ലാവരും കൂടി വിളിച്ചിട്ടുള്ള വലിയ സൽക്കാരം വരുന്നത് ജാസ്മിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിശേഷങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലെ ദിവസമാണ് കേട്ടോ. സ്കൂൾ വിട്ടിട്ട് അവർ നേരെ ജാസ്മിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ സ്കൂളിൽ പഠിക്കുന്നത് പട്ടാമ്പി സെൻറ്റ് പോൾസിലാണ്. ആൻഡ് ജാസ്മിക്കുട്ടിയുടെ വീട് നമ്മുടെ പട്ടാമ്പി ശങ്കരമംഗലത്താണ് കേട്ടോ. ഇതുപോലെ നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു പോക്കൊന്നും ആയിരുന്നില്ല. രാവിലെ ജാസ്മിക്കുട്ടി ഇങ്ങനെ ചോദിച്ചു, നല്ല ലഞ്ചൊക്കെ ഉണ്ടെന്ന്, മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ വരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവൾ എന്തായാലും ഇതൊരു കുഞ്ഞു സൽക്കാരം പോലെയൊക്കെ ആക്കുമല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അതൊക്കെ എടുത്തിട്ടൊക്കെയാണ് പിന്നെ ലഞ്ചിൻ്റെ സമയമായപ്പോഴത്തേനും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് കേട്ടോ. ഇന്ന് ഞാൻ ഇടുന്ന ഈ ഒരു ചുരിദാർ തന്ന പേജ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേജിൽ നിന്ന് അവൾ അയച്ചു തന്നിട്ടുള്ള നല്ല രസമുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുർത്ത സെറ്റായിരുന്നു. അതിൻ്റെ റീലും ഷോർട്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ ജാസ്മിക്കുട്ടിയുടെ വീട്ടിലേക്കാണ് ആ ഒരു ചുരിദാർ ഇടുന്നത്. അപ്പോൾ എന്തായാലും താമസിച്ചാൽ തന്നെ എൻ്റെ റീലും ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനുൾപ്പെടെ ഞങ്ങൾ 4 പേരെ കല്യാണം കഴിച്ചിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലോട്ടാണ് കേട്ടോ. പക്ഷേ ജാസ്മിക്കുട്ടിയെ മാത്രമാണ് ഇവിടെ നമ്മളെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, അതായത് പട്ടാമ്പിയിൽ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇത് ഉണ്ണി പല തരത്തിലോട്ടുണ്ടാവില്ലേ. ജാസ്മിക്കുട്ടിന് അടിപൊളി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. ഇത് സ്റ്റാർട്ടർ യു മീൻ കോഴി കോഴിയില്ലാത്ത സാധനം ഉണ്ടോ? അമ്മച്ചി അതുകൊണ്ട് ഇത് കഴിച്ചോ. ഇതാണ് ജാസ്മിക്കുട്ടിയുടെ മൂത്ത മോൻ ഉണ്ണിമോൻ. ജയ്സൽ ഷാഹിൻ എന്നാട്ടോ പേര്, ഞങ്ങൾക്ക് ഉണ്ണിമോനാണ്. അപ്പം അവൻ്റെ പുതിയ മാട്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫ്ലോ മാട്രസ്സാണ്. ഇത് നല്ല അടിപൊളി, ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ ഭയങ്കര റിലാക്സ് സ്ലീപ്പ് തരുന്നൊരു അടിപൊളി ബെഡാണ് കേട്ടോ. അപ്പം വേണ്ടവരൊക്കെ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം റീൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ഞാൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സ്മെല്ല്, ഗ്യാസിന്റെ സ്മെല്ല്. ബീഫ് മന്തി അമ്മച്ചിക്ക് സ്പെഷ്യൽ വേറെ ഉണ്ട്, ടെൻഷൻ അടിക്കണ്ട. ബീഫ് മന്തി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ സാഹസം ചെയ്യില്ല. നോക്കട്ടെ, ആ മീനിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കാൻ മെജിനെ പറ്റിക്കാൻ, മെജിനെ പറ്റിക്കാനോടെ മീൻ നല്ല ഉള്ളിലേക്ക് ഇട്ട് കുട്ടികളെ പോലെ മീനിന്റെ ചേലും വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ എല്ലാരും വിരുന്ന് വിളിക്കാത്തതിന് ഇങ്ങനെ പറയട്ടോ, പക്ഷെ ഇത് ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടായൊരു വിരുന്നല്ല. ഇന്നുള്ള ബീഫ് മന്തി വെക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങളല്ല ഇവിടെ തൊട്ടടുത്തുള്ളത്. ഇനി എല്ലാരും സുരം അറിയണ്ട, ഒന്ന് വിരുന്ന് വിളിച്ചോടെ ചോദിക്കോട്ടോള്. അപ്പൊ ഇന്ന് ഇവിടെ ബീഫ് മന്തി സ്പെഷ്യലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വണ്ടി എടുത്ത് കൊണ്ട് പോകുന്നു. അപ്പഴേ ഇനി എല്ലാരും കൂട്ടിയിട്ട് ഒരു സൽക്കാരം ഉണ്ടാക്കുന്നു പറഞ്ഞില്ല. പറഞ്ഞു ചിക്കൻ പൊക്കോറിന്റെ സ്മെല്ല്. നല്ല ചെടികളൊക്കെ ഉണ്ടാക്കി പോകണേക്കെ റോസപ്പൂവും. ജാസ്മിക്കുട്ടിൻ്റെ രണ്ടാമത്തെ മോന് മഷൂർ, ജുമാ മഷൂറിൻ്റെ മുഴുവൻ പേര് മറ്റു നല്ല ഞങ്ങൾ വിളിക്കാം.
അപ്പോൾ ആളൊരു ക്വിസ് കോമ്പറ്റീഷന് നമ്മുടെ സ്കൂളിൽ നിന്ന് വിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റപ്പാലം സ്കൂളിലേക്ക് പോയിരിക്കുക. അപ്പം ആള് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പട്ടാമ്പിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അളിയൻ. മഷൂട്ട വന്നിട്ടുണ്ട് കേട്ടോ. മഷൂട്ടിന് ഇന്ന് ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോയിട്ട് വരിക നമ്മുടെ സ്കൂളിൽ നിന്ന്. എത്ര കുട്ടികളാണ് നമ്മളെ സ്കൂളിൽ സെലക്ട് ചെയ്ത്? 4 കുട്ടികളെ നമ്മളെ സ്കൂളിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ജനറൽ നോളജ് ക്വിസ് ചെയ്യുന്നതിൽ മഷൂനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒറ്റപ്പാലത്ത് പോയി വരികയാണ് അല്ലേ? ഇപ്പോഴാണ് അത് അറിഞ്ഞത്. വീട്ടിൽ വരുമ്പോൾ ഈ ഗെയിം കളിക്കുന്നതല്ല നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ജനറൽ നോളജ് ഒക്കെ ഉള്ള ആളാന്ന് മനസ്സിലായതിട്ടോ. എന്നിട്ട് എന്തൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞ ചോദ്യം ഓർമ്മല്ല തന്നെ. ഭയങ്കര ചോദ്യം ഓർമ്മല്ല തന്നെ. അതെ, സിമ്പിൾ ചോദ്യം ആക്കാരോ എന്നാ പറയും. അപ്പൊ മഷു വെറും ഗെയിം കളിക്കാൻ മാത്രമല്ല അറിയാന്ന് തെളിയിച്ചു. ഗൈസ്, ഉണ്ണിക്കുട്ടൻ്റെ സ്പ്രേ കളക്ഷൻ നോക്കിയത് എന്താ പറഞ്ഞ വിചാരം? ലോകത്തുള്ള എല്ലാ സ്പ്രേയും ഉണ്ട്. ഇതൊക്കെ അടിക്കാതെ വെക്കലാണ്. അത് നമ്മുടെ ബെല്ലാവിറ്റിൻ്റെ സ്പ്രേ. ഉണ്ണിക്കുട്ടൻ നല്ല റൂമൊക്കെ നല്ല അടിപൊളി ആക്കിയിരിക്കണം കേട്ടോ. റിസോർട്ട് സെറ്റപ്പ് ആക്കിയിരിക്കണം. ഇത് ഈ റൂമിൽ വരുമ്പോൾ ഷൈജാമൻ്റെ വീട്ടിലേക്ക് പോയ പോലത്തെ ഒരു ഫീല്. അവിടെയാണ് കുട്ടി വെക്കുന്ന സ്ഥലം. മുടി വെട്ടിയിട്ട് അതിന് വരെ ലീവ്. മുടി വെട്ടിക്കൊള്ളായിരുന്നു സ്കൂളിൽ പോയി. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണ്ട. അളിയൻ്റെ ഉപ്പ ഉമ്മി ഇവരുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അവരുടെ ഉപ്പ ഇപ്പം അടുത്താണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഉമ്മ അവരുടെ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അല്ല, അടുത്ത 2 എണ്ണം അപ്പോൾ വരും. ഓട്ടോയൊക്കെ പിടിച്ച് വരാൻ പറഞ്ഞിരിക്കണം കേട്ടോ. രസം കൂട്ടി ഗോതമ്പ് പായസം. എനിക്ക് പാലോടും ഗോതമ്പ് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അത് വൈറ്റ് കളർ വേണം. അതെല്ലാം കുഴപ്പമില്ല. വൃത്തിയാക്കണ്ട. 2 സൈഡിൽ വെച്ചോ. ഉണ്ണിക്കാക്കന്റെ വീട് എങ്ങനെയുണ്ട്? സ്കൂള് വിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ കഴിക്കാൻ പോണേ? മന്തി കഴിക്കാം. 2 പേര് ടാഗൊക്കെ നയിച്ചു തരുമോ? അതെ, കൊണ്ട. അതെ, മഷൂന്റെ ട്രോഫി ഉണ്ടല്ലേ. ഗ്രേപ്പ് ജ്യൂസ് കഴിച്ചോ. ഞങ്ങൾ പോകും. ഇല്ലല്ല, ഉമ്മച്ചിക്ക് വെറും ചോറുണ്ടാക്കണോ ഇവനും വെറും ചോറുണ്ടാക്കണോ? ചോറും മീനും ഒക്കെ ഉണ്ടാവാൻ നമുക്ക് ചോറ്. അച്ചാറ് വലിയ താല്പര്യം തോന്നുന്നുണ്ട്. അച്ചാറ് വേണോ? അച്ചാറ് വേണ്ടിയല്ല. ക്രീം ഉണ്ടാവില്ലേ? ശരിക്കും ഐസ്ക്രീം. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പായസം കുടിച്ചു. നല്ല ഗോതമ്പ് പായസം. പിന്നെ ഇതാ ഒന്ന് റെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും ഫലൂദ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. ഇതിൽ മറ്റേ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും വെച്ചിട്ടാണ് അതിൻ്റെ ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പോളിംഗ് ആയിന്ന്. ഏതപ്പോൾ തിരക്കിട്ട് സിനിമ? ഈക്കോ ആണോ എക്കോ? ഈക്കോ അല്ല ഗൈസ്, എക്കോ തന്നെയാണ് കേട്ടോ പറയാ. എന്താ ഇവിടെ അപ്പൊ വീട്ടിലൊരു ചെസ് ബോർഡിനുള്ള കളിയൊന്നും കളിക്കാതെ ഇപ്പൊ ഇവിടെ വന്നിട്ടപ്പോൾ കളിക്കുന്നത്.
നീ ഇപ്പൊ ഏതിലാ ചെസ് കളിക്കല്? ഈ പഴമ്പൊരി നല്ല ഗുണ്ടുമണികളായിരുന്നല്ലോ. അല്ലാണ്ട് ഈസ്റ്റും ബേക്കിംഗ് സോഡ കിട്ടിട്ടില്ല? ഇല്ലല്ലേ? കുറെ നേരം മാവ് ഇങ്ങനെ വെച്ചോണ്ടാ? ഓ അതാണ് ഈസ്റ്റ്. ഇതിൽ ആ സ്റ്റാർട്ടർ ഉണ്ടാക്കിയ സാധനം ചോറ് വെക്കുക. അതൊക്കെ ഉണ്ട്. ഇതൊക്കെ റെസിപ്പി ചോദിക്കും. ഇപ്പോൾ വൈകാതെ സ്വന്തമായിട്ട് ചാനലിലിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തകൃതിയിൽ അവിടെ സ്നാക്സ് ഉണ്ടാക്കുന്ന സ്നാക്സ് കേട്ടോ. നീ അത് പഴംപൊരി പിന്നെ ചിക്കൻ്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കും. കളഞ്ഞ വൃത്തിയായിട്ടോള് എന്തിനാണ് നീ കൊത്തങ്കല്ല് കളഞ്ഞ? എന്തെങ്കിലും പൊട്ടിച്ചിട്ട് ആ അരുവേപ്പോ എന്താ അരുവേപ്പ് പൊട്ടിച്ചിക്കാൻ പറ്റി. ആ പച്ച ഇതൊന്നല്ല ചെസ് കളി. ഇതെന്താ നിങ്ങള് ഉച്ചയ്ക്ക് സംസാരിച്ചിരുന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കഴിച്ചത് മുഴുവൻ ഈ ഫലൂദയും പായസവും മന്തിയും ഒക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു. അപ്പോൾ എന്തായാലും ചായ കുടിക്കുന്നതിൻ്റെ മുന്നേ ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ഒരു പവർ നാപ്പ് എടുത്തു. ഓഹ് അപ്പോഴാണ് ഒന്ന് റീഫ്രഷ് ആയത് കേട്ടോ. പിന്നെ എണീറ്റ് അപ്പത്തിന് ജാസിക്കുട്ടിന് നല്ല പഴംപൊരിയും ചിക്കൻ പക്കോടൊക്കെ കൂട്ടി നല്ല ചായയൊക്കെ കുടിച്ചു. അപ്പത്തിന് ഞങ്ങൾക്ക് പോവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി കഴിക്കാനുള്ള മന്തി വരെ ഞങ്ങൾ പാക്കാക്കിയിട്ടുണ്ട്. ചൂടാക്കിയിട്ടുണ്ട്. അമ്പടാ ചില്ലറക്കാരനല്ലോ. ആ കുപ്പിയില ഈ കൊല്ലത്തേക്കുള്ള ബിസ്ക്കറ്റ് ആര്യവേപ്പുണ്ട്. ഒരു ചെറിയ ചട്ടിന്ന് കുറച്ച് വലിയ ചട്ടിക്കാക്കി സൽക്കാരം കഴിഞ്ഞ് വലുതായപ്പോ പിന്നെ വണ്ണിക്കിട്ട് വെച്ചു. സാധാരണ അങ്ങനെയാണ്. കോച്ചിന്റെ അവിടുന്ന് 6 ആൾക്കാർക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാധനം പൊതിഞ്ഞു കൊടുക്കാം. ജമീസിന്റെ എണ്ണ കടത്തൽ നടക്കുന്നുണ്ട് അവിടെ. 1 വർഷത്തേക്കുള്ള എണ്ണ കുപ്പിയിൽ കുറച്ചേ കിട്ടുള്ളൂ. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നത്, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയണേ, അത് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ള സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാകുന്നത് ഒരു ലക്കാണല്ലേ. എനിക്ക് ആ ലക്ക് വേണ്ടോളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ലക്കുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ചേട്ടാ ഞങ്ങൾ ബാക്കിയുള്ള സിസ്റ്റേഴ്സിനൊക്കെ ഇന്ന് ഗ്രൂപ്പിൽ ഫുള്ള് പൂരത്തറിയാണ്. എല്ലാവരും വിളിക്കും. എല്ലാവരും മെഗാ ഇത് സാമ്പിൾ വെടിക്കട്ടെ. സാമ്പിൾ അപ്പൊ വണ്ടി കയറിക്കോ. ചെക്കന്മാർ ഓക്കെ. പിന്നെ എത്രയാച്ച പാത്രങ്ങളാ മഷു ഒക്കെ ചീനിയോ? എന്തിനാ ജീനിനെ ഇനിയിപ്പോ തിരക്കട്ടെ? ഒന്ന് അതിനെ കിട്ടണമെങ്കിൽ എനിക്കും ഒന്ന് പറയായിരുന്നു. ജീനിന്റെ നമ്പർ കിട്ടുമ്പോ എനിക്കൊന്ന് തരുന്നുണ്ട് കേട്ടോ. നല്ല കുട്ടികളുണ്ട് ചോദിക്കാൻ. അതാ കുപ്പി നീറിന്റെ ഭൂതം അലാവുദ്ദീന്റെ ജീനി. അതിനെ കിട്ടിയ നല്ല കുട്ടികളുണ്ടെങ്കിൽ മേടിക്കാൻ. അയക്കാണെന്ന് എനിക്ക് മൊത്തത്തിൽ മാറ്റി തന്നാൽ മതി പുതിയത്.